അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ആകാശത്തിന്റെ കീഴിൽ ഇതുപോലെ വൃത്തികെട്ടൊരു വർഗം ഉണ്ടെങ്കിൽ അത് മുസ്ലിയാക്കന്മാരാണ്. കാരണം അവരെങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നത്, ഷിർക്കിലേക്ക് എങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വെറുതെ അല്ല ഇവരെ ഖുറാഫികൾ എന്നും ഷിയാക്കളാണെന്നും അതോടൊപ്പം ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയവരാണ് മുസ്ലിയാക്കന്മാർ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. കാരണം ഇവര് അള്ളാഹുവിന്റെ ദീൻ വെച്ച് കളിക്കുന്നത്. ഇവർ അള്ളാഹുവിൽ നിന്ന് അകറ്റിയിട്ട് ഇവരുടെ ഔലിയാക്കന്മാരിലേക്ക് കൊണ്ടുപോവുകയാണേ. അപ്പോ ആകാശത്തിന്റെ കീഴിൽ ഇതുപോലെ ദുഷിച്ച വർഗം, വൃത്തികെട്ട വർഗം മുസ്ലിയാക്കന്മാരല്ലാതെ വേറെ ആരുമില്ല. അത് പറയുന്നതിൽ നിങ്ങൾ ആരൊന്നും വിചാരിക്കണ്ട. കാരണം നമുക്ക് ഞാൻ വീഡിയോ ഒന്ന് കണ്ടോക്കാം. കായംകുളം ഭാഗത്തു നിന്നുള്ള ഏതോ ഒരാൾ ക്യാൻസർ രോഗിയായിട്ട് വായിലൊക്കെ പുഴു നിറഞ്ഞ് നാവിൻ്റെ ഭാഗങ്ങൾ പലതും പുഴു തിന്ന് ദ്രവിച്ച് ആ അവസ്ഥയിൽ മഹാനവരുടെ അടുക്കൽ വന്നു. ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരാഴ്ച കൊണ്ട് ആ മുറിയൊക്കെ ഭേദമായി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്ക് പഴയ രീതിയിൽ തന്നെ ആവുകയും പൂർണ്ണമായി സുഖമാവുകയും ചെയ്തു എന്നാണ്. അതുപോലെ വേറെ ഒരു രോഗി ദുആ ചെയ്യാൻ വേണ്ടി വന്നു. മൂപ്പരോട് പരാതി പറഞ്ഞപ്പോൾ നിൻ്റെ രോഗം അള്ളാഹു ശിഫയാക്കും എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രോഗം മാറിയതുമില്ല, മരിക്കോളം ആ രോഗിയായിട്ട് തന്നെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനൊന്നും നമ്മൾ നേരിട്ട് അനുഭവമല്ല, ഇങ്ങനത്തെ കഥകൾ ഒരുപാടുണ്ട്. പക്ഷെ പറഞ്ഞ വാക്ക് അപ്പടി പുലർന്ന ഒരുപാട് അനുഭവങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. ആകാശത്തിന്റെ കീഴിൽ ഇതുപോലെ ദുഷിച്ച വൃത്തികെട്ട വർഗം മുസ്ലിയാക്കന്മാരല്ലാതെ വേറെ ആരുമില്ല. ആ കാഫിലക്കാരെ മുസ്ലിയാർ വീട് വിടാതെ നടക്കുകയാണ്. ഇങ്ങനെ കറാമത്തുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ്. അതേപോലെ സിഎമ്മിനെ കണ്ടവരുണ്ടോ എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. ഇത് എന്നിട്ട് പൊതുജനങ്ങൾ, സാധുക്കളായ ജനങ്ങൾ ഇത് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കുകയാണ്. എത്ര ഗുരുതരമായ വാക്കാണ് ആ മുസ്ലിയാർ പറഞ്ഞത്. CM വന്ന് അസുഖം ക്യാൻസർ ബാധിച്ച് വായിലൊക്കെ പുഴു വന്ന ആള് CM രോഗം മാറ്റിയിരിക്കുന്നു പറഞ്ഞ രോഗം മാറ്റി. അതേ സമയത്ത് CMന്റെ അടുത്ത് വേറെ രോഗി വന്നപ്പോ എന്താ പറഞ്ഞത്? നിന്റെ രോഗം അള്ളാഹു ഷിഫിയാക്കട്ടെ എന്ന് പറഞ്ഞത്രേ. അള്ള ഷിഫിയാക്കൂ എന്നോട് പറഞ്ഞിട്ട് ആ ഷിഫി ആയില്ല, രോഗിയായിട്ട് മരിക്കേണ്ടി വന്നു എന്നാണ് അവസ്ഥ. അപ്പൊ ആർക്കാ കഴിവ്? CMനാണോ റബ്ബിനാണോ? ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട്, ശമ്പളം മേടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഈ ജനങ്ങളെ ഇങ്ങനെ വഴിപഴപ്പിക്കുന്നതേ. അപ്പോ അള്ളാഹ്ക്ക് കഴിവില്ല. കാരണം അള്ളാഹ് ഷിഫിയാക്കു എന്ന് പറഞ്ഞ രോഗം മാറിയില്ല. ആ സമയത്ത് CM പറഞ്ഞപ്പോൾ രോഗം മാറി, ക്യാൻസർ രോഗം സുഖപ്പെട്ടു. അപ്പൊ CMനാണ് കഴിവ്, അള്ളാഹ്ക്ക് കഴിവില്ല. അള്ളാഹോട് പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ ഉത്തരം കിട്ടൂല, രോഗം മാറൂല, മരിക്കുന്ന രോഗത്തേക്ക് എടുക്കേണ്ടി വരും. ആ സമയത്ത് ഇവരെ കുളിക്കാത്ത നനക്കാത്ത കുറെ ഉപ്പാപ്പന്മാരും ഔലിയാക്കന്മാരും ഉണ്ട്. അവരെ വിളിച്ചോ, അവർ തേടിക്കോ, അവർക്ക് കഴിവ് കൂടുതൽ എന്നുള്ള സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ മുസ്ലിയാക്കന്മാരെയൊക്കെ വൃത്തികെട്ട വർഗം വേറെ ഏതാണ് ഇവിടെ? എത്ര ഗുരുതരം! ഇവര് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നതേ, റബ്ബിനെ നിഷേധിക്കാണ്, അള്ളാഹുവിനെ നിഷേധിക്കാണ്, പരിശുദ്ധ ഖുർആനെ നിഷേധിക്കാണ്, ദീനിനെ നിഷേധിക്കാണ്. അപ്പൊ ഇവര് ഇസ്ലാമിനെ വിറ്റ് ഇവർക്ക് പണം കിട്ടണം. അതിനു വേണ്ടി ഇവര് വായി തോന്നി എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും. അതിനവർക്കൊരു മടിയില്ല. ഇവർക്ക് റബ്ബിനും പേടിയില്ല, ഇവർക്ക് പരലോകത്തിനും പേടിയില്ല. നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്ന ആ ഒരു പേടിയും ബേജാറൊന്നും ഇവർക്കില്ല. ഇവർക്ക് ഇപ്പൊ ഇങ്ങനെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക, ജനങ്ങളെ വശീകരിക്കുക, അവരിന്ന് പിരിവെടുക്കുക, അവരെ ആഭരണങ്ങളും ഇതൊക്കെ വാങ്ങുക, മജ്‌ലിസ് നടത്തുക, തിന്നുക, കൊള്ളയടിക്കുക. ഇതൊക്കെയാണ് ഇവരെ പരിപാടികൾ. എത്ര ഗൗരവമായ വാക്കാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന് വഴിയൊരുക്കുന്ന ആരാണ്? ഈ കാഫിലക്കാരെ മുസ്ലിയാരാണ്. അയാള് ഒരുപാട് അയാളെ വീഡിയോകൾ ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ CMന്റെ മഹത്വം പറഞ്ഞിട്ട്. ഇതൊക്കെ തെറ്റായ സന്ദേശമാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കണം. ഈ മുസ്ലിയാക്കന്മാര് പഠിപ്പിക്കുന്ന ആശയത്തിലേക്ക് പോയാൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു ദുആ ചെയ്ത് കഴിഞ്ഞ് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? അതൊരു നന്മയായിട്ട് നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കും. അപ്പോൾ നമുക്ക് നന്മ തന്നെയല്ലേ? പെട്ടെന്ന് ഉത്തരം അള്ളാഹു റസൂൽ പറയുന്നത് ധൃതി കൂട്ടാൻ പാടില്ല. ഞാൻ എപ്പോഴും ദുആ ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ഒഴിവാക്കാൻ പാടില്ല. പ്രാർത്ഥിച്ചു, അത് ഉത്തരം ചിലപ്പോൾ അള്ളാഹു അപ്പ തരും.
ചിലപ്പോൾ തന്നില്ലാതിരിക്കും. എന്നാൽ തന്നെ നമുക്ക് ഹൈറാണ്. നമ്മുടെ പ്രാർത്ഥന ഒരു നന്മയായിട്ട് പരലോകത്തേക്ക് അവിടെ രേഖപ്പെടുത്തി വെക്കും. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എന്നിട്ട് വളരെ നിരാശപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹുടെ ദുആ ചെയ്തിട്ട് മരിക്കോളം രോഗിയായിട്ടുണ്ട്, ഇയാളോട് ദുആ ചെയ്തപ്പോ നമ്മുടെ CM അടവിനോട് ദുആ ചെയ്തപ്പോ അല്ല ഞാൻ രോഗം മാറ്റിയപ്പോൾ രോഗം പെട്ടെന്ന് മാറി, ആ സമയത്ത് അള്ളാഹ് ഷിഫിയാക്കുന്നു പറഞ്ഞ് മാറിയില്ല എന്ന് പറയുമ്പോൾ വല്ലാത്ത ഗുരുതരമായ സന്ദേശമാണ് കൊടുക്കുന്നത്. അള്ളാഹു ഈ വക മുസ്ലിയാക്കന്മാരിൽ നിന്ന് ഷെറിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് അപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അത്ര ഗുരുതരമായ ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഇവരുടെ വഴിയിൽ കൂടെ ആരെയും പോയിട്ടുണ്ടെങ്കിൽ അത് പെരുവഴിയാണെന്ന് മനസ്സിലാക്കുക, അത് നല്ല വഴിയല്ല. കാരണം അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്ന പരിപാടിയാണ്. ഇപ്പൊ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ഇത്ര ഗൗരവത്തിൽ തന്നെ മുസ്ലിയാക്കന്മാരെ വർണ്ണിക്കാൻ കാരണം അതാണ്. അപ്പൊ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.